ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നവർക്ക് എന്താണ് ഫ്ലൈങ് സ്റ്റാർ എന്നുള്ളത് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. ഒരു വീട് പണിയുമ്പോൾ ആ വീട് ഹൗസ് വാമിംഗ് ചെയ്യുന്ന അന്ന് മുതൽ ആ വീടിൻ്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ 2026 ഞാനിപ്പോൾ വീട് വയ്ക്കുന്നത്, ഞാൻ ഒരു 4 വർഷം കഴിഞ്ഞ് വീട് കംപ്ലീറ്റ് ആവും, അപ്പോഴേ എനിക്ക് ഹൗസ് വാമിംഗ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട്. ഉറപ്പായിട്ടും പറ്റും. അതിന് 20 വർഷത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 2024 ഫെബ്രുവരി 4 മുതൽ 2044 ഫെബ്രുവരി 3 വരെയുള്ള 20 വർഷമാണ് ഈ കണക്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വെച്ച് എപ്പോഴും വീട് വെച്ച് താമസമാക്കിയാലും ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാറില്ല. അപ്പോൾ ഈ ഫ്ലൈങ് സ്റ്റാർ ഒരു ഇപ്പോൾ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന വീടിനായാലും ശരി തന്നെ, വെച്ചിട്ടുള്ള വീടിനായാലും ശരി തന്നെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഉണ്ട്. അപ്പോൾ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളിൽ നല്ല സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പറുമുണ്ട്, അതേസമയം വളരെ മോശം എനർജിയുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളുമുണ്ട്. ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നേരെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷേ ആ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു എനർജി ഉണ്ടായിരിക്കും. ആ എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് അവിടെ താമസിക്കുന്നവർക്കാണ് അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ടുണ്ട്. വീടിൻ്റെ റൂമുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. വീടിനെ കറക്റ്റ് ഞാൻ 9 ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഞാൻ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊരു റിയൽ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. ഇനി ഇതിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചില സ്ഥലങ്ങളിൽ ബെഡ്റൂം ചെയ്യുമ്പോൾ എനിക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു 4 പ്രശ്നങ്ങളെ പറ്റി പറയാം. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഞാനൊരു ബെഡ്റൂം ചെയ്തു. ഇതെൻ്റെ ബെഡ്റൂമാണ്, ഞാനിവിടെ കിടക്കുന്നു എന്ന് കരുതുക. ഇതിനകത്ത് നിൽക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഈ ബെഡ്റൂമിൽ ഞാൻ കിടക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഞാൻ വീട് വെച്ചിട്ട് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ ഈ 25 ഞാൻ കൊണ്ടുപോയി പ്രധാന ഡോർ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസ് ആയിരിക്കും. എനിക്ക് കയറിയ അന്ന് മുതൽ എന്ന് വരെ ഞാൻ വീട്ടിൽ താമസിക്കുന്നു, നഷ്ടം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൻ്റെ കുഴപ്പമാണ്. മറ്റൊരു ബെഡ്റൂം എടുത്തു. ഈ ബെഡ്റൂമിലാണ് ഞാൻ കിടക്കുന്നത് എന്ന് കരുതുക. ഇവിടെ എപ്പോഴും കലഹമായിരിക്കും. ഒന്നുകിൽ ഞാനും വൈഫുമായിട്ട് കലഹമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെയുള്ള ചില വഴക്കുകളോ കേസുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനുണ്ട്. ഇനി ഈ ഒരു സ്ഥലത്താണ് ഞാൻ കിടക്കുന്നത്, ഇതാണ് എൻ്റെ ബെഡ്റൂം എന്നുണ്ടെങ്കിൽ എന്നെ ആൾക്കാർ നിരന്തരം പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ പറയപ്പെടുന്ന ഈ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറിലാണ് ഞാൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസ് ആയിരിക്കും എനിക്ക്. അപ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ വെച്ചിട്ട് അതിൻ്റെ ഫലം പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിപ്പോൾ ഞാൻ 4 ദിക്ക് പറഞ്ഞു, 4 ദോഷങ്ങളാണ്. നോർത്ത് വെസ്റ്റിൽ പറഞ്ഞ ദോഷം അസുഖമാണെന്നാണ്, വെസ്റ്റിൽ പറഞ്ഞ ദോഷം കലഹമാണ്, സൗത്ത് വെസ്റ്റിൽ പറഞ്ഞത് പറ്റിപ്പും കടബാധ്യതയുമാണ്, സൗത്തിൽ പറഞ്ഞത് ടോട്ടൽ ലോസ് ആണ്. ടോട്ടൽ ലോസ് ആണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ വീടുകളിലെന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഈ ബെഡ്റൂമിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ ഞാൻ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയിലേക്ക് പോകും. അതാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പറിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ ഫലം. അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നിങ്ങൾ മനസ്സിലാക്കി അല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കടത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ നമ്പറുകൾ കാരണമാകും. ഇതിൽ ഏറ്റവും മോശം ഉള്ളൊരു കോമ്പിനേഷൻ 5-2 കോമ്പിനേഷനാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. നമുക്ക് ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾ ഫെങ്ഷുയുടെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് മാൻഡേരിയൻ ഡക്സ് ആണ്. അതായത് 2 ഡക്കുകൾ നമുക്ക് ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം. നമ്മുടെ ജീവിതത്തിൽ പേരും പ്രശസ്തിയും വിജയവും ഉണ്ടാവാനായിട്ട് നമുക്ക് വിക്ടറി ഹോഴ്സിനെ സൗത്ത് ഡയറക്ഷനിൽ വെക്കാം. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നോർത്ത് ഭാഗത്ത് നമുക്ക് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വെക്കാം. വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എഡ്യൂക്കേഷൻ ടവർ വെക്കാം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളെ നോക്കി അതാത് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ടൂൾ ഉപയോഗിക്കുന്നവർക്ക് വലിയ റിസൾട്ടുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.